നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. MT സാറിന്റെ വാക്ക് തന്നെ കടമെടുത്ത് തുടങ്ങാം. സമൂഹം ഒരു വേട്ടക്കാരനെ പോലെയാണ്. അത് ഇര മരിച്ചു വീഴും വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ആക്രമണം. അതൊരു വിനോദം മാത്രമല്ല, അതൊരാഘോഷം കൂടിയാണ്. MT സാർ അതിനൂടെ ഒന്നുകൂടി എഴുതി ചേർക്കണമായിരുന്നു. മരിച്ചാലും ചിലർ ഇതിനെ വിടാതെ പിന്തുടരും, ആക്രമിച്ചുകൊണ്ടേയിരിക്കും. MT സാറ് മരിച്ചിട്ടും ഇപ്പം അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനുള്ള തിരക്കിലാണ് കുറേ പേര്. അദ്ദേഹം ആദ്യ ഭാര്യയെ ഒഴിവാക്കിയിട്ടാണ് വീട്ടിൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചറെ കെട്ടിയെന്നും ഒക്കെ കേൾക്കുന്നു. ശരിയായിരിക്കാം, അല്ല എവിടെ വായിച്ചിട്ടുണ്ട് അതൊക്കെ. അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇടപെടുന്നത്? മനുഷ്യനല്ലേ, മനുഷ്യനാവുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല. ഇത് സ്വാഭാവികമല്ലേ. നമ്മളല്ല, ആരാണ് ഇവിടെ വിശുദ്ധർ അല്ലേ? എല്ലാ മനുഷ്യരിലും ഇങ്ങനെ മനുഷ്യരാണോ അവർക്ക് ചില ദോഷങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലേ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ കഥകളും തിരക്കഥകളും അല്ലേ, അതൊക്കെ എത്ര മനോഹരങ്ങളാണ്. എത്രയോ തിരക്കഥകൾ അല്ലേ, മനോഹരങ്ങളായ തിരക്കഥകൾ നമ്മൾ കണ്ടു ആസ്വദിച്ചു. അങ്ങനെയൊക്കെയല്ലേ അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അല്ലേ? ആ സാഹിത്യകാരനെ, ആ മഹാനായ ആ പ്രതിഭയെ നമ്മൾ അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ദോഷവശങ്ങളൊക്കെ കണ്ടെടുത്ത് ചെകഞ്ഞെടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു താല്പര്യമുണ്ടല്ലേ, നമുക്ക് ഇത്ര നെഗറ്റീവ് കേൾക്കുന്നതാണ് വലിയ ഇഷ്ടം. നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെവികൊള്ളില്ല. നമ്മൾ ആരെങ്കിലും ആരെപ്പിന്നെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടോ, അതിനാണ് കൂടുതൽ കാഴ്ചക്കാരും കാണാൻ താല്പര്യമുള്ളവർ. അതുകൊണ്ടായിരിക്കണം ഇത്തരം നെഗറ്റീവ് വീഡിയോസ് കൂടുതൽ നമ്മൾ കാണുന്നത്, ഇതിൽ മൊബൈലൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നത്. കാരണം അതിനാണ് നമുക്ക് താല്പര്യം. ആരെങ്കിലും നല്ല കാര്യം ചെയ്തെന്ന് അറിയാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ? ഇപ്പം അടുത്ത വീട്ടിലെ പെണ്ണിനെ പറ്റി എന്തെങ്കിലും നല്ല പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ നമ്മൾ ചെവി കൊടുക്കില്ല. അത് മോശം, പെണ്ണിനെ പറ്റി മോശം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളില്ലാത്ത സമയം ഉണ്ടാക്കിയത് കേട്ടിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ആരെങ്കിലും മോശം പറ്റി പറയാനേ, മോശം കേൾക്കാനല്ലേ നമുക്ക് താല്പര്യം. സത്യമല്ലേ? ഇതൊക്കെ തന്നെയാണ് നമ്മൾ MTയുടെ കാര്യത്തിലും കേൾക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥകളും നല്ല നല്ല തിരക്കഥകൾ, എത്രയെത്ര മഹത്തായ കഥകൾ അദ്ദേഹം എഴുതി, അതൊക്കെ നമ്മൾ കേട്ടിരുന്നാൽ പോരെ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെവിയും കുറിച്ച് നിൽക്കുന്നത്? ഇപ്പം കാണുന്നില്ലേ നമ്മുടെ മോഹൻലാലിലെ ബറോസ് അല്ലേ, അതിനെപ്പറ്റി എന്തൊക്കെ വിമർശനങ്ങളാണ് കേൾക്കുന്നത് അല്ലേ? ചിലർ ഈ കുറ്റം പറയാൻ തന്നെ അന്നൊന്ന് ആദ്യം തന്നെ കാണുന്നതും അല്ലേ? ഓടിച്ചാടി ആദ്യം തന്നെ കാണാൻ അത് നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തിയേറ്ററിൽ ഇടിച്ചു കയറി ആ ഫസ്റ്റ് ഷോ തന്നെ കാണും, എന്നിട്ട് വേണം മൊബൈൽ ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയാൻ അല്ലേ? അതല്ലേ സത്യം. പലരും അങ്ങനെയാണ്, ഇങ്ങനെ നെഗറ്റീവ് പറയാനാണ് പലർക്കും താല്പര്യം. അതിനെപ്പറ്റി ആ സിനിമ കുട്ടികൾക്കുള്ള സിനിമയാണ്, ആദ്യമേ പറഞ്ഞതാണ് അല്ലേ? ഒരു ഇങ്ങനെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു സിനിമയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആദ്യം. ഒരു ഭൂതവും കുട്ടികളൊക്കെയുള്ള സിനിമയാണെന്ന്. അപ്പോൾ എന്നിട്ട് ഇടിച്ചു കയറി എന്തൊക്കെയോ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു, എൻ്റെ 250 രൂപ പോയോ എന്ന് നിലവിളിക്കുന്നവരോട് കൂടുതലും അല്ലേ? ഇങ്ങനെ എൻ്റെ കാശ് പോയി, എൻ്റെ 250 രൂപ പോയോ എന്ന് നിലവിളിക്കുന്നവർ. സത്യത്തിൽ അങ്ങനെ ഇടിച്ചു കയറേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും അല്ലേ? അങ്ങനെ ഇടിച്ചു കയറണമല്ലോ, നല്ലല്ലേ? ആദ്യം തിയേറ്റർ കയറിയല്ലേ കുറ്റം പറയാൻ പറ്റൂ അല്ലേ? ആ സിനിമയെ പറ്റി ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യം എന്ത്? ആ സിനിമയെ കാണരുതിൽ കണ്ടാൽ പോരെ. അല്ലെങ്കിൽ നമ്മൾ ഈ താരാരാധനയൊക്കെ കുറേയൊക്കെ കുറക്കണം അല്ലേ? നല്ല സിനിമയാണെന്നൊക്കെ അറിഞ്ഞ് പോയാലൊക്കെ മതി. ഇപ്പം അല്ലു അർജുൻ്റെ കേസ് തന്നെ കാണുന്നില്ല നമ്മളല്ലേ? അമിതമായ താരാരാധന കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. അദ്ദേഹം തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കാം. നമ്മൾ ഈ കാണുന്ന അതേപോലെയൊന്നുമല്ല ഈ മനുഷ്യന്മാർ. ഈ സിനിമകളിലും ഇതിലൊക്കെ കാണുന്ന വലിയ താരാരാധനയും വീരവാദമൊക്കെ മുഴക്കും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവരങ്ങനെയൊന്നും ആവണമെന്നില്ല എന്നാണ് നമ്മുടെ അല്ലു അർജുൻ്റെ ഇത് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ? പുറമെ വലിയ ഇതൊക്കെ കാണിക്കും, അതിലൊന്നും കാര്യമില്ലെന്നല്ലേ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് താരാരാധനയൊക്കെ നമുക്ക് അവിടെ മടക്കി വെക്കാം. നല്ല സിനിമയാണെന്ന് അറിഞ്ഞ് അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട്, എന്താണ് സിനിമ എന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. അത് കുട്ടികൾക്കുള്ള സിനിമയാണെന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയോടെ ഒന്നും പോയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടും കുറവുകളും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ? അങ്ങനെയല്ലേ നല്ലത്. അപ്പോൾ നമുക്കിപ്പോൾ കൂടുതലും നെഗറ്റീവ് കേൾക്കാൻ തോന്നുന്നു ഇഷ്ടം അല്ലേ? അതുകൊണ്ടാണ് ഇത്തരം സിനിമകൾ ഇറങ്ങുന്നതന്നെ നെഗറ്റീവായിട്ടുള്ള സിനിമകളാണ്. ഇപ്പം കാണുന്നില്ലേ, മാർക്കൊക്കെ കാണുന്നില്ലേ? എല്ലാം എന്താണ് ഇതൊക്കെ കൊടുക്കുന്ന മെസ്സേജ് പുതിയ തലമുറക്ക്? എല്ലാം
അല്ലേ? മോശം മെസ്സേജുകൾ തന്നെയല്ലേ സിനിമകൾ, അല്ലേ? ഇപ്പം അടുത്തിറങ്ങിയ ആവേശം, വാഴ, എന്തൊക്കെ സിനിമകളെല്ലാം നെഗറ്റീവ് ആണ് കൂടുതൽ കാണിക്കുന്നത്. പുതിയ തലമുറ അങ്ങനെ ആവട്ടെ എന്നായിരിക്കും ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക. പുതിയ തലമുറ അതിൻ്റെ പിന്നാലെയാണ്. ഇപ്പം ആരെയും കുറ്റം പറയാൻ വേണ്ടിയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെയാണ് സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകളല്ലേ. എന്ത് ചെയ്യാനാണ്, അല്ലേ? എന്ത് ചെയ്യാനൊന്നും ചെയ്യാനില്ല. ഓക്കെ, താങ്ക് യു.